ഒരു ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഈ എണ്ണയ്ക്കകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 2 ഒന്ന് വരഞ്ഞു കൊടുത്തിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ മുട്ടയൊന്ന് പുരട്ടിയെടുക്കാം. തീ കൂട്ടി വെക്കരുത്. അപ്പം ഇങ്ങനെ മുട്ടക്കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. സാധാരണ മുട്ടക്കറി എങ്ങനെ വെച്ചാലും മുട്ടയ്ക്ക് ആ മുട്ടയുടെ ടേസ്റ്റ് തന്നെ കാണത്തുള്ളൂ. ഗ്രേവിക്കായിരിക്കും എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇട്ട് ഈ മസാലയെല്ലാം ഇതിൽ നല്ലതുപോലെ പുരണ്ട് അത് മുട്ട ഫ്രൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് വേണം നമുക്കിത് കറി വെക്കാൻ. അപ്പം മുട്ട വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോൾ 1 തണ്ട് കറിവേപ്പില, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു 7 അല്ലി വെളുത്തുള്ളി കട്ടി കുറച്ച് നീളത്തിൽ കൊത്തിയരിഞ്ഞത്, 2 പച്ചമുളക് നെടുക കീറിയത്, ഇതിൻ്റെ കൂടെ 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്. കട്ടി കുറച്ച് അരിയണം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുവാണ്. കുറച്ചും കൂടെ വെളിച്ചെണ്ണ വേണം. നമ്മൾ ആദ്യം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇത് നല്ലതുപോലെ വഴറ്റി സവാളയൊക്കെ നല്ല കട്ടി കുറയുന്നിടം വരെ വഴറ്റണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിൽ തക്കാളി ചേർത്ത് കൊടുക്കാൻ. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇപ്പോൾ തക്കാളി വഴറ്റി നല്ലതുപോലെ സോഫ്റ്റ് ആണ്. ഈ സമയത്ത് നമുക്ക് മസാലകൾ എടുത്ത് വെക്കാം. നല്ലതുപോലെ തക്കാളിയൊക്കെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതായത് എരിവില്ലാത്ത മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ തികച്ച് വേണ്ട കായപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകത്തിൻ്റെ പൊടി. ഇത് പച്ചയ്ക്ക് പൊടിച്ചതാണ്. തീ കുറച്ച് വെച്ചേക്കണേ, മസാല കരിഞ്ഞു പോകരുത്. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. കരിയാതെ സൂക്ഷിക്കണം. ഞാൻ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തേ ഈ മസാല നല്ലതുപോലെ ഒന്ന് മിക്സാക്കി, എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ചൂടാക്കി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിക്കാം. വെന്ത് കഴിഞ്ഞിട്ട് ഒരു 7 മിനിറ്റെങ്കിലും ഗ്രേവി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പ് മാറ്റിയിട്ട് നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ടൊരു 6 മിനിറ്റെങ്കിലും ആയി കാണും. ഇനി ഒരു 4-5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തെ കറി റെഡി. അപ്പം നമ്മൾ കറി വീണ്ടും അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല രീതിയിൽ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. ഒരുപാട് അങ്ങ് ഗ്രേവി കുറുകി പോകേണ്ട. നമുക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണ്ട ഒരു കറിയാണ്. നമ്മൾ റോസ്റ്റ് അല്ല, മുട്ടക്കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടപ്പ് മാറ്റാം.
നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. ആവശ്യത്തിന് എരിവും പുളിയും കായവും പെരുംജീരകം വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ മുട്ട വറുത്തിട്ടപ്പോഴൊക്കെ അടിപൊളിയാണ്. ഗ്രേവി ആയാലും അത്യാവശ്യത്തിന് കട്ടിയെല്ലാം ഉണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ കറി ഓഫാക്കാം. ഓഫാക്കുന്നതിന് മുന്നേ ഒരുപാടിടല്ല, ഒരു നുള്ളു പഞ്ചസാരയുടെ ചേർക്കാം. ഒരു നുള്ളു മതി, അല്ലെ പഞ്ചസാരയുടെ മധുരം മുന്നേ അറിയും. മതി. ഓഫാക്കാം. ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ, അതുപോലെ 1-2 കറിവേപ്പില ഇങ്ങനെ പിച്ചി കീറിയിട്ട് കൊടുക്കും. മണം വരാൻ വേണ്ടിയാണ്. ഈ ഒരു ഗ്രേവിയുടെ പരുവത്തിൽ തന്നെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അതൊരുപാട് കുറുകിപ്പോകും, പിന്നെ ഗ്രേവി കിട്ടത്തില്ല. നമുക്ക് നല്ല അടിപൊളി കറിയല്ലേ, നല്ല സൂപ്പർ കറിയാണ്. നിങ്ങളിത് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ പോണേലും അടിപൊളിയാണ്. ഇത് ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. ചൂട് ചോറും ഈ കറിയും കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ നിങ്ങൾ നോക്കി വേണം ചെയ്യാൻ. തക്കാളി ചേർക്കുന്നത് കൊണ്ടേ എരിവൊക്കെ ബാലൻസ് ചെയ്തോളും. നല്ല അടിപൊളി കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.